ലോകത്ത് ഏറ്റവും കൂടുതൽ ഒറിജിനൽ തോട്ട്, ഇൻഡിപെൻഡൻറ്റ് തോട്ട് ഡെവലപ്പ് ചെയ്യുന്ന രാജ്യങ്ങൾ ഒന്ന് UK-യും US-ഉമാണ്. അതുകൊണ്ടാണ് എല്ലാ കണ്ടുപിടുത്തങ്ങളും അവിടെ വരുന്നത്. ആ സംഭവത്തിനാണ് ഒരു ക്രിട്ടിക്കൽ റീസണിങ് എന്ന് പറയുക. ക്രിട്ടിക്കൽ റീസണിങ് എന്ന് പറഞ്ഞാൽ അന്ന് നിങ്ങൾ ChatGPTക്കോ ഗ്രോക്കിനോ ജെമിനിക്കോ ഒരു ക്വയറി കൊടുക്കുമ്പോൾ ആ ക്വയറി ജെമിനിയും ChatGPT എന്ത് ചെയ്യുന്ന പറഞ്ഞാൽ എക്സിസ്റ്റിംഗ് ഡാറ്റയെന്ന് അതിൻ്റെ പോസിറ്റീവ് നെഗറ്റീവ് സൈഡ് എടുത്തിട്ട് നിങ്ങൾക്ക് ഒരു കൺക്ലൂഷൻ തരും. ഇത് യഥാർത്ഥത്തിൽ മനുഷ്യനാണ് ചെയ്യുന്നത്. ഇപ്പം ഞാനൊരു റെസ്റ്റോറൻറ്റിലേക്ക് രാവിലെ ഭക്ഷണം കഴിക്കാൻ പോവുകയാണ്. ഭക്ഷണം കഴിക്കാൻ പോകുമ്പോൾ എനിക്ക് കോണ്ടിനെൻ്റൽ ഫുഡുണ്ട്, മിഡിൽ ഈസ്റ്റേൺ ഫുഡുണ്ട്, സൗത്ത് ഇന്ത്യൻ ഫുഡുണ്ട്, നോർത്ത് ഇന്ത്യൻ ഫുഡുണ്ട്. ഇതൊക്കെ ആണെങ്കിൽ ഞാനൊരു ഫുഡി ആണെങ്കിൽ ടേസ്റ്റി ഫുഡ് അടിക്കുള്ളൂ. അതേസമയത്ത് ഒരു ഹെൽത്തി മനുഷ്യനാണെങ്കിൽ അവന് ഹെൽത്തി ഒരു ഡയറ്റ് എടുക്കുകയുള്ളൂ. അവൻ്റെ ഒരു കൺക്ലൂഷൻ അതാണ്. ഒരു മനുഷ്യൻ ബേസിക് സ്കില്ലാണ് ക്രിട്ടിക്കൽ റീസണിങ്. മനുഷ്യനൊരു പൊളിറ്റീഷ്യൻ ഒരു വർത്തമാനം പറയുമ്പോൾ ഇപ്പം പറഞ്ഞ റൈറ്റാണോ, അതുപോലെ ഏതൊരാളൊരു അഭിപ്രായം പറയുമ്പോഴും അത് റൈറ്റാണോ എന്നുള്ളത് അത് റീസൺ ചെയ്യാൻ ഒരു മനുഷ്യൻ്റെ എബിലിറ്റി. അതിനാണ് ഒരു മനുഷ്യന് ഡിബൈറ്റിംഗ് പവർ, റീഡിങ് ബിറ്റ്വീൻ ദ ലൈൻ, സ്കെപ്റ്റിസിസം എന്നൊക്കെ പറയാം. ലോകത്തിൽ വെസ്റ്റേൺ യൂണിവേഴ്സിറ്റികളൊക്കെ മാക്സിമം ട്രൈ ചെയ്യുന്നൊരു ക്വാളിറ്റിയാണ് ക്രിട്ടിക്കൽ റീസണിങ്. അതിനെ ബേസ് ചെയ്തിട്ടില്ലേ ChatGPT, ജെമിനിയും മെറ്റൊക്കെയാണ് ഇനി ലോകം റൂൾ ചെയ്യാൻ പോകുന്നത്.